ഇന്ന് കൊഴുക്കട്ട ശനി അഥവാ ലാസർ ശനി. ഈസ്റ്റർ കാലത്ത് അരിമാവ്, തേങ്ങ, ശർക്കര എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന പലഹാരമാണ് കൊഴുക്കട്ട. ഓശാന ഞായറിന്റെ തലേ ദിവസമാണ് കൊഴുക്കട്ട ശനിയായി ആചരിക്കുന്നത്. 50 നോയമ്പിന്റെ ആദ്യ 40 ദിവസം കർത്താവ് ഉപവസിച്ചു പ്രാർത്ഥിച്ചതിന്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ പീഠാനുഭവത്തെയും ഓർത്താണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇതിൽ 40 ദിവസത്തെ നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയാതെ നോമ്പ് വീടുന്നതിനാണ് നമ്മൾ കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്. ഭൂമിയെ കൊഴു, അതായത് മഴു പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന സങ്കീർത്തന വാചകത്തെ അടിസ്ഥാനമാക്കിയാണ് നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ കൊഴുക്കട്ട എന്ന പേര് ഈ പലഹാരത്തിന് വന്നു ചേർന്നത് എന്നാണ് പാരമ്പര്യം. അതുപോലെ ലാസർ ശനി എന്നും ഈ ദിവസത്തിന് പേരുണ്ട്. ബഥാനിയായിലെ ലാസറിന്റെ വീട്ടിലെത്താറുണ്ടായിരുന്ന ക്രിസ്തുവിന് മാർത്തയും മറിയവും തയ്യാറാക്കി കൊടുത്ത അത്താഴത്തിന്റെയും പലഹാരത്തിന്റെയും ഓർമ്മയ്ക്കായിട്ടാണ് കൊഴുക്കട്ട ശനി ആചരിക്കുന്നതെന്നും അതുകൊണ്ട് ലാസർ ശനി എന്നും ഈ ആചരണത്തെ പേര് വിളിക്കാമെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. എന്തായാലും കൊഴുക്കട്ട ശനിയോടെ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി കൂടുതൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വിശുദ്ധിയുടെ ദിനങ്ങൾ കൂടി ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൽ.